ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളിന്ന് കാശ്മീരാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടുന്ന് ഡൽഹി ടു ശ്രീനഗർ കേട്ടോ. അപ്പൊ നമുക്ക് 3 hour ലേ ഓവർ ഉള്ളത്. ഏറ്റവും കുറവ് ലേ ഓവർ ഉള്ളത് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഫ്ലൈറ്റിന്റെ ചാർജും കുറച്ച് കൂടുതലല്ലേ, അപ്പൊ അതൊക്കെ നോക്കി ഓൾമോസ്റ്റ് സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങാം. ഈ മുകുട്ടി ഉറങ്ങിയിരുന്നു കേട്ടോ ഞാൻ പോരുന്ന സമയത്ത്. ഇന്നലെ രാത്രി യാത്രയൊക്കെ പറഞ്ഞിങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെയാ വന്നത്. അല്ല, അവിടെ എല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ധൈര്യമായിട്ട് പോയിട്ട് വന്നോന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേ. അപ്പോൾ നോക്കാം. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാപ്പി കുടിച്ചു. വീട്ടിൽ നിന്ന് തന്നെ ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു. സെക്യൂരിറ്റി ചെക്കൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാരണം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഞാൻ വെച്ച കാരണം എല്ലാം വളരെ എളുപ്പമായിരുന്നു. അതിനുശേഷം നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഫ്ലൈറ്റ് കയറി. അമ്മയ്ക്ക് സൈഡ് സീറ്റ് തന്നെ ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പക്ഷെ ഞാൻ ഉറങ്ങും. എനിക്കങ്ങനെ വലിയ പുതുമ അങ്ങനെ ആകാശം നോക്കിയിരിക്കണേൽ തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. നമ്മൾ ഡൽഹി എയർപോർട്ടിലാണ് ഇട്ടിട്ടില്ലെന്നല്ല വന്നിട്ടുള്ളത്. അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഡൽഹി എയർപോർട്ട് കണ്ടിട്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്, കാരണം ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നടക്കാൻ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. പക്ഷെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും അതുപോലെ നമ്മുടെ ഗേറ്റ് നല്ല അങ്ങോട്ടാ. അപ്പൊ കുറെ നടക്കാണ്ടായിരുന്നു. അത്രയും നടന്ന് ഇവിടെ എത്തി. പിന്നെ ഒരു ചെറിയൊരു പപ്സ് പോലത്തെ ഒരു സാധനം കഴിച്ചു. അവിടേക്ക് ഇപ്പൊ സമയമായി. ഇനിയിപ്പോ പതുക്കെ നമ്മള് കുറച്ചുകൂടി നടക്കണം ഗേറ്റിന്റെ അവിടേക്ക്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, എന്തെങ്കിലും കണ്ടിട്ടും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സമയം പൊക്കോളും, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ദൂരമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൊച്ചി ടു ഡൽഹി നമുക്കൊരു 3.5 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹി എയർപോർട്ടിൽ ഒരു 3 മണിക്കൂർ, പിന്നെ ഡൽഹി ടു ശ്രീനഗർ ഒരു 1.5 മണിക്കൂർ. ഇത്ര സമയമാണ് നമുക്ക് വേണ്ടത്. എന്തായാലും എയർപോർട്ടിൽ ശ്രീനഗറിൽ നമ്മളൊരു 3:30 ആകുമ്പോൾ എത്തും. അത് അപ്പോഴേക്കും ഡ്രൈവർ വരും. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു 4:30 ആവും. ഒരു 5:30 6:30 കൂടിയിട്ട് നമ്മൾ പെഹൽഗാമിലെത്തും. ഇതെന്താണെന്നറിയാം, എനിക്ക് ഇത്ര ഇങ്ങനെ കടകടാന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ ഓൾറെഡി എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഓർമ്മ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഭയങ്കര പുറകോട്ടാണ്. ഇപ്പോൾ ബെറ്റർ ആണല്ലേ, ഞാൻ തുടയ്ക്കാണ്ടാ സംസാരിച്ചു. പക്ഷെ എന്തായാലും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് പോവാം, ഗേറ്റിന് അവിടേക്ക് പോവാം കേട്ടോ. ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടോ. ഞാൻ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചു, പക്ഷെ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച മല, അതിൻ്റെ മുകളിൽ നിറയെ മഞ്ഞിട്ടോ. അയ്യോ, ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ നമ്മൾ കാശ്മീർ എത്തിയിട്ടോ. അവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു കാശ്മീരിൻ്റെ ഒരു ഇത് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമ്മൾ മണാലിയിൽ വന്നിറങ്ങിയ പോലൊക്കെ തന്നെ ഇവിടെ മഞ്ഞിൻ്റെ ഇതൊന്നും കാണാനില്ല. പക്ഷെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ കണ്ടില്ലേ, മലയുടെ മീതെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റ് പോണത് പെഹൽഗാമാണ്. അപ്പോൾ നമ്മൾ ഫാന്റാസ്റ്റിക് ട്രാവൽസിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ കസ്റ്റമൈസ് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറയാം കേട്ടോ. എത്രയായിരുന്നു പേയ്മെൻറ്റ്, അതൊക്കെ ഞാൻ ഇങ്ങനെ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് പെഹൽഗാമിലേക്ക് പോകാനാണ്. അപ്പോൾ നാളെ പെഹൽഗാം, എന്നിട്ട് തിരിച്ച് ശ്രീനഗർ. അതാണല്ലോ കാശ്മീരിൻ്റെ ഒരു ഇത്. അങ്ങനെ പോകണ്ട. 4 മെയിൻ സ്ഥലങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യണം. ശ്രീനഗർ എത്തിയപ്പോൾ ഞാൻ ഇത്തിരി ഡെസ്പായിട്ടോ, കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലം, അത്ര തണുപ്പൊന്നുമില്ല. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ അങ്ങനെ മഞ്ഞ് പെയ്യാനുള്ള ചാൻസ് കുറവാണ്, കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊന്നും പെയ്തിട്ടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ സ്നോഫോള് കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിതേ വരുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ട് ഇവിടെ കയറാൻ പറഞ്ഞത് നമ്മുടെ ഒരു രീതിയാണല്ലോ. പിന്നെ ഞാൻ വന്ന സ്ഥിതിക്ക് എന്തായാലും വിചാരിച്ചു ഇതെനിക്ക് ഒരുപാട് ഗുണമുള്ള സാധനമാണ്, എപ്പോഴും കഴിക്കണതാ. അപ്പൊ ഞാൻ ചേട്ടനും വിഷമാവണ്ട. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് എടുക്കാന്നുള്ളത്, ഇത് വാൾനട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കുങ്കുമപ്പൂവില്ലേ, ഇതൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ഇതിന് വന്നിട്ട് ഏകദേശം ഇത് 3000 അല്ലേ എന്നാ പറഞ്ഞത്? ഇത് 3000, ഇത് 6000, അങ്ങനത്തെ ഇത് വന്നിട്ട് 15,000 റുപ്പീസിന്റെ ആണ് കേട്ടോ ഈ കുങ്കുമപ്പൂവ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ചിട്ട്, ഇത് നമുക്ക് പിന്നെ റെഗുലർ ആയിട്ട് കഴിക്കാനുള്ളതല്ലേ. പണ്ട് ഈ ഗർഭിണികൾ കുങ്കുമപ്പൂ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വെളുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, അതൊന്നും ശരിയല്ല എന്നുള്ളത്. എന്തായാലും ഇത് കാവാട്ടി ഞാൻ ഓൾറെഡി മണാലിയിൽ വെച്ച് കുടിച്ചു നോക്കിയിട്ടുള്ളതാണ്.
എനിക്ക് കുഴപ്പമില്ല, ഒരു നല്ല അങ്ങനെ തോന്നിയുള്ളൂ. പക്ഷെ ഞാൻ വന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ കണ്ടെന്താ വെച്ചാൽ ഒത്തന്റിക് ആയിട്ടുള്ള കാവാട്ടി ഇവിടെ നിന്നാണ് ഉണ്ടാവുക, കാശ്മീരിൽ നിന്നാണ് ഉണ്ടാവുക. അത് ചില പെർട്ടിക്കുലർ സ്ഥലത്ത് ഉണ്ടാക്കുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയണത്. ഇത് ഞാൻ കുടിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കൂടുതലും ബദാം ഒക്കെ ആൽമണ്ട് ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കൂടുതലുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നും പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ശരിക്കും നല്ലതാണ്. അല്ലല്ല, എന്ത് ടേസ്റ്റാ തോന്നുന്നത്? बादाम में नहीं तो इसमें मेन क्या होता है कावा टी में? कावा में रहता है ग्रीन टी, सिनेमम, कार्डमम, जिंजर, फर्नेसिडस, लिकोराइस, फ्लावर पेटल्स, सैफरन. इसमें हाँ, ये जो कहवा ना एक्चुअल बोलते हैं, कश्मीरी में 11 को बोलते हैं कावा. जो पिएगा कहवा वो करेगा वावा. यहाँ का स्पेशल कहवा माना जाता है यहाँ का. അപ്പൊ നീണ്ട ഒരു 2-2.5 മണിക്കൂറിന്റെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി ടയറിംഗ് ആയിരുന്നു. രാവിലെ 2 മണിക്ക് എണീറ്റാണ് ശീലിച്ചു. പക്ഷേ ഇത് ഒരു ഭയങ്കര ഒരു കോസി സെറ്റപ്പ് ആട്ടോ. ഇങ്ങനെ വുഡിന്റെ ഒക്കെ നമ്മൾ മണാലിയിലൊക്കെ പോകുമ്പോ അങ്ങനെ താമസിക്കില്ല, അതേപോലത്തെ ഒരു വില്ലയാണ്. അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് നമ്മൾ വില്ല ആയിട്ടാണ് താമസിക്കുന്നത്. ഒരെണ്ണം നമ്മളൊരു 4 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് കാണാട്ടോ. ഇത് ഇങ്ങനെ പുറമെ കോമൺ ആയിട്ടൊരു ഹാൾ ഉണ്ട്. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. ഈ റൂമിലാണ് കേട്ടോ നമ്മളുള്ളത്. ഒക്കെ മരത്തിന്റെ, എനിക്ക് തോന്നുന്നു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ റൂമാണ് കേട്ടോ. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, പിന്നെ ചെറിയൊരു വാഷ്റൂം ഉണ്ട്, റൂമുണ്ട്. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നമുക്ക് ആവശ്യമില്ല, കാരണം നല്ല തണുപ്പുണ്ട്. വിചാരിച്ച പോലെയല്ല. വേഗം നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് കൈകാലം കഴിഞ്ഞു കുളിക്കാനുള്ള ഇതൊന്നും ഇല്ല എന്തായാലും. അപ്പൊ നമുക്ക് വേഗം ഡ്രസ്സ് മാറിയിട്ട് എന്തെങ്കിലും തെർമലോ അങ്ങനെ എന്തെങ്കിലും ജാക്കറ്റോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് മറ്റേ വീട്ടിലുള്ള ഡ്രസ്സ് ഇടാം. ഇവിടെ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ട് നമുക്ക് അങ്ങനെ ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ടെമ്പറേച്ചർ വന്നിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോ നല്ല തണുപ്പുണ്ട്. അയ്യോ, അങ്ങനെ ഞാനൊരു കാക്കക്കുളി അങ്ങ് കുളിച്ചു കേട്ടോ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുളിക്കാനുള്ള ആവതില്ല, അത്ര തണുപ്പ്. ഇവിടെ ഇപ്പൊ ഹീറ്റർ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാശ്മീരിന്റെ ആ ഒരു ഫീൽ ഇപ്പോഴാണ് ശരിക്കും വന്നത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ഇങ്ങനെ ഡ്രൈ കാലാവസ്ഥയല്ലേ, ഇലകളും പൂക്കളും അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഫുൾ മഞ്ഞിന്റെ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാം ഉണങ്ങിയിരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോ ആ തണുപ്പ് കാരണം നമുക്കിങ്ങനെ എന്നുള്ളൊരു ഫീലായി. നമുക്ക് വേഗം സ്കിൻ കെയർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഈ ക്ലെൻസിങ് ബ്ലെമിഷ് ക്ലിയറിംഗ് ജെൽ ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത് നല്ലതാ, എന്നാൽ സ്കിന്ന് ഡ്രൈ ആക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് പ്ലമ്മിന്റെ ടോണറാണ് കേട്ടോ, നിയാസിനമൈഡ് ടോണർ. ഞാൻ ഇതിലാക്കി കൊണ്ടുവന്നതാ. ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മറ്റേ വാസ്ലിന്റെ ഓയിൽ ഉണ്ടല്ലോ, ഇത്തിരി വിലയുണ്ട് കേട്ടോ. അതൊരു ബോട്ടിലിന് 800 രൂപയുണ്ട്. പക്ഷെ ഭയങ്കര അടിപൊളിയാ. ഞാൻ അതിട്ടിട്ടാണ് കേട്ടോ അതേ കണ്ടപ്പോ. ഇപ്പോഴും ആ ഒരു നല്ല ഹൈഡ്രേറ്റഡ്, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത്ര ഇത് സൂട്ടബിൾ ആണ് എന്നുള്ളത് സംശയമാണ്. കാരണം കുറച്ചിങ്ങനെ ഒട്ടലില്ല, പക്ഷെ കാണുമ്പോ ഒരു ഓയിലി ഫീൽ ഇല്ലേ. ഇവിടത്തേക്ക് പെർഫെക്റ്റ് ആണ്. ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ ടോണർ കഴിഞ്ഞു. ഇനി ഞാൻ സിറം, ഇത് HA സിറം ആണ് കേട്ടോ. HA സിറം നമുക്ക് ഇതിന് ഭയങ്കര നല്ലതാണ്. നല്ല ഹൈഡ്രേഷൻ ഇങ്ങനത്തെ കാലാവസ്ഥയ്ക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ആ ഒരു മോയ്സ്ചർ നിലനിർത്താനായിട്ട് ഭയങ്കര നല്ലതാണ്. എല്ലാ സ്കിൻ കെയറിന്റെ സാധനങ്ങളും പെറുക്കി കൂട്ടി എടുത്തിട്ടാണ് വന്നത്. പക്ഷെ അത് ഞാൻ വളരെ ബുദ്ധിപരമായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ഞാൻ സ്കിൻ കെയറും ഹെയർ കെയറിന്റെ എല്ലാ സാധനങ്ങളും കൂടി ഇതിനകത്ത് കൊള്ളുന്ന പോലെ. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാത്രി ഇത് ഉപയോഗിക്കണം എന്ന് കരുതിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ള. വെറുതെ കൊണ്ടുവന്നത് അങ്ങനെയല്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എന്തെങ്കിലുമൊക്കെ തീരുമായിരിക്കും. അപ്പൊ ബോട്ടിൽ കളയാം. പിന്നെ വന്നിട്ട് ഇത്തവണ നമുക്ക് വേണ്ട, ഇത് അഹങ്കാരം പോയി. ഇത് വിറ്റമിൻ സി, അത് നാളെ ചെയ്യാം. പകരം നമുക്ക് HA സിറമും ഇത് നിയാസിനമൈഡ് സിറമാണ് കേട്ടോ. ഇതിങ്ങനത്തെ കുട്ടി കുട്ടി പാക്കേജിങ്ങിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്തു വെക്കുക അപ്പപ്പോ ഉപയോഗിക്കാണ്ട്. എന്നിട്ട് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ഡിന്നർ, കോംപ്ലിമെന്ററി ഡിന്നറാണ് കേട്ടോ.
ഈ പാക്കേജിൽ തന്നെ ഉള്ളതാ. അപ്പോ ഞാൻ എന്റെ വിശപ്പിനെ ഇങ്ങനെ അടക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി വന്നിട്ട് മോയ്സ്ചറൈസർ. ഇത് ബോഡി ഷോപ്പിന്റെ ആണോ, ഫേസ് ഷോപ്പിന്റെ കേട്ടോ, ബോഡി ഷോപ്പിന്. ഇതൊക്കെ പൊട്ടാനൊക്കെ തുടങ്ങും. എനിക്ക് ഇവിടെ മൂക്കിന്റെ ഈ സൈഡിലൊക്കെ പൊട്ടും. അപ്പൊ ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ ഗുണവും ദോഷമുണ്ടല്ലോ. എന്ന് വെച്ചാൽ ചൂട് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര എളുപ്പാ. കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് എടുത്താൽ മതി. എന്നാ നമുക്ക് ഈസിലി പോവുകയും ചെയ്യാം. ബീച്ചിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഒരു ട്രെയിനിൽ കയറിയാൽ നമുക്ക് അവിടെ എത്തും. ഫ്ലൈറ്റിലാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ ചെന്ന് ഇറങ്ങാം, അങ്ങനത്തെ രീതിയിൽ. പക്ഷെ തണുപ്പ് സ്ഥലം ആകുമ്പോഴാണ് ബുദ്ധിമുട്ട്. കുറെ ട്രാവൽ ചെയ്യണം, പക്ഷെ തണുപ്പിന്റെ ഒരു സുഖം അനുഭവിക്കാം, ടാൻ ആവില്ല. ഏതാണ് ഇഷ്ടം എന്നുള്ളത് പറയണം. തണുപ്പ് സ്ഥലമാണോ ഇഷ്ടം, ചൂട് സ്ഥലമാണോ ഇഷ്ടം? അല്ലെ എല്ലാവർക്കും മിഡിലുള്ളതായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ അങ്ങനത്തെ സ്ഥലമൊക്കെ തന്നെയാണ് ഇഷ്ടം. എളുപ്പത്തിൽ പോയി വരാലോ, അങ്ങനത്തെ കാര്യം നോക്കുമ്പോൾ എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. ചില സമയത്ത് ഇങ്ങനെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് മഞ്ഞൊക്കെ കാണുമ്പോൾ ഒരു കുളിർമയ്ക്ക് വേണ്ടി വരാൻ തോന്നും. ഇത് കാശ്മീർ എന്റെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു വരണം എന്നുള്ളത്. മഞ്ഞ് വീണ കാര്യം സംശയമാന്ന് പറഞ്ഞു. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് നോക്കാം. ഇപ്പൊ സ്കിൻ കെയർ കഴിഞ്ഞു. ലിപ് ബാം ഞാൻ ഓൾറെഡി ലിനേജിന്റെ ആ ലിപ് മാസ്ക് ഇല്ലേ അത് ഇട്ടിട്ടുണ്ട്. അത് മതി. ഇതെല്ലാം കൂടി ഇങ്ങനെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് എടുത്തു വെക്കാം. ഒന്നും മിസ്സായി പോവാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ പൗച്ചസിൽ പാക്ക് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ ഒന്നും മിസ്സാവില്ല കേട്ടോ. അത് നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഏകദേശം 8 മണി ആവാറായി. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇതിലൊരു വെറൈറ്റി കറി ഉണ്ടായിരുന്നു കേട്ടോ. തൈരിൽ ഉണ്ടാക്കിയ ചിക്കൻ ആണ് അത്. അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ ഡിഫറെന്റ് ടേസ്റ്റുകൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് നമ്മുടെ തന്നെ ടേസ്റ്റ് വേണമെന്നൊന്നുമില്ല, വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടം. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഐസ്. അപ്പോഴും അവിടെയുള്ള എല്ലാവരും പറയണ മഞ്ഞ് പെയ്യാൻ ചാൻസ് ഇല്ല എന്നൊക്കെയാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിച്ച മൗണ്ടൻ പീക്ക്. ഹെവി ഫുഡായിരുന്നു കേട്ടോ, പക്ഷെ എന്റെ മനസ്സ് നിറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ദാൽ തന്നെ നമ്മൾ കുറെ നാൾ കൂടിയിട്ടല്ലേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ ദാല് കഴിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ദാല് അതല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും നമ്മൾ കേരളത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോയാലൊന്നും അങ്ങനെ ദാലൊന്നും ഓർഡർ ചെയ്യൊന്നുമില്ലല്ലോ. എനിക്ക് പിന്നെ കോളിഫ്ലവർ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിച്ചു. അമ്മ ഞാൻ ഞെട്ടിപ്പോയി, നീ ഇത്രയ്ക്കൊക്കെ കഴിക്കാന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെടാ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നല്ല ക്ഷീണം, കണ്ണ് കാണുമ്പോ തന്നെ അറിയാം. എനിക്കുണ്ടല്ലോ ഒരു 2-3 ദിവസം ഉറക്കൊഴിച്ചാൽ തന്നെ എന്റെ മുഖം ഇങ്ങനെ ഒട്ടി കണ്ണ് കുഴിപ്പും. പിന്നെ ഒരാഴ്ച ഉറങ്ങിയാലാണ് ആ ഒരു ഇത് തിരിച്ചു വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഇപ്പൊ 10 മണി ആവാറായി. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു ഷോർട്സ് ഇടാനുണ്ട്, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ സെറ്റാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ ദിവസത്തേക്ക്. ഇമ്മൂനെ വിളിച്ച് ഞാൻ ഇവിടെ പുറത്ത് ഐസ് കിടക്കുന്നുണ്ടായിരുന്നല്ലേ, അതൊക്കെ കാണിച്ചെടുത്ത്. അയ്യോ കുട്ടി പറഞ്ഞ അയ്യോ അടിപൊളിയാ. ഇനി ഇമ്മൂനെ എണ്ണയും കൊണ്ട് വരണം. അത് നമ്മൾ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാശ്മീരിലേക്ക് തന്നെ വരണം വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. നാളെ നമുക്ക് നമ്മൾ പെഹൽഗാമിലുള്ള എവിടെയാണ് പോണത്. ഞാൻ ഔട്ട്ഫിറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ആ റെഡ് സ്വെറ്റർ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. വൈറ്റ് പാൻസിനൊപ്പം ഇടുന്ന വിചാരിച്ചു, പക്ഷെ അത് പെട്ടെന്ന് അഴുക്കാവില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് സ്കേർട്ടിനൊപ്പം ഇടാം. നമുക്ക് നാളെ കാണാം. ലവ് യു ഓൾ സോ മച്ച്. ബൈ.